ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലുണ്ടായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. സുരക്ഷാ സേനയുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെയാണ് ഇന്ത്യൻ സേനയ്ക്ക് കൊല ചെയ്യാനായി സാധിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ റഡ്വാനി പൈൻ മേഖലയിലായിരുന്നു ഈ ഏറ്റുമുട്ടലുണ്ടായത്. ഈ മരണപ്പെട്ട 3 ഭീകരരിൽ ഒരാൾ കൊടും ഭീകരനാണെന്നുള്ള വിവരവും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഷ്കർ-ഇ-തയ്ബ കമാൻഡർ ബാസിദ് അഹമ്മദ് ദാർ, മോമിൻ ഗുൽസാർ, ഫാഹിം അഹമ്മദ് ബാബ എന്നീ ഭീകരരാണ് കൊല ചെയ്യപ്പെട്ടതെന്നും പ്രദേശവാസികളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കൊലപാതകങ്ങളിൽ പങ്കുള്ള പ്രധാനപ്പെട്ട ഭീകരനാണ് ഈ ബാസിദ് അഹമ്മദ് എന്നും സൈന്യം വ്യക്തമാക്കുന്നു. ദാറിന്റെ മരണം സൈന്യത്തിന് ഏറ്റവും വലിയ നേട്ടമാകുമെന്നും ഏകദേശം 18 കൊലപാതകങ്ങളിൽ നേരിട്ട് പങ്കുള്ള ഭീകരനാണ് ഇതെന്നും കശ്മീർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് വി.കെ. ബിൽഡി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇയാളുടെ തലയ്ക്ക് 10 ലക്ഷം രൂപയാണ് വിലയിട്ടിരുന്നത്. ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ച അടിസ്ഥാനത്തിലായിരുന്നു തിങ്കളാഴ്ച രാത്രി സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചത്. ശേഷമുണ്ടായ ഏറ്റുമുട്ടലിലായിരുന്നു ഭീകരരെ വകവരുത്തിയത്. മെയ് 4-ന് പൂഞ്ച് ജില്ലയിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിക്കുകയും 4 പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തൊരു സംഭവമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യൻ സേന ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. അതേസമയം ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനാ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. CCTVയിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രങ്ങളാണ് സുരക്ഷാ സേന പുറത്തുവിട്ടത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 പാകിസ്ഥാൻ ഭീകരരുടെ രേഖാചിത്രവും പുറത്തുവിട്ടിരുന്നു. ഇതോടെ ഈ വിവരങ്ങൾ നൽകുന്നവർക്ക് സൈന്യം 20 ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. വീഡിയോ ദൃശ്യങ്ങളിലെ 3 പേരെയും തിരിച്ചറിഞ്ഞു. മുൻ പാകിസ്ഥാൻ സൈനിക കമാൻഡോ ഇല്യാസ്, പാകിസ്ഥാനി ഭീകരൻ ഫാദുൻ, നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്ബ കമാൻഡർ അബു ഹംസ എന്നിവരാണ് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർ. 3 പേരും ഹൈ പവേർഡ് അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കൻ നിർമ്മിതമായ M4S, റഷ്യൻ നിർമ്മിതമായ AK-47S തുടങ്ങിയവയാണ് ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചത്.